കാത്തിക്കുന്നേ ആദ്യ കൃഷ്ണ ബസ് പോയല്ലോ ഇനി എന്തൊക്കെയതാ വേണേ ഇന്നെ സൗണ്ട് നോക്കണ എനിക്ക് സുഖമില്ല ഇന്ന് വരണ്ടാന്ന് വെച്ചതാ. എന്നാ ഇനി എന്തിനാ ഇങ്ങ് പാഞ്ഞു പോന്നേ ഇവിടെ കുത്തിന്നെ പോരേണോ? അത് പോട്ടെ ഇന്നെ ബർത്ത്ഡേ ഇങ്ങനെ ഒന്ന് വിഷ് ചെയ്താ. ആ ഹാപ്പി ബർത്ത്ഡേ. ഇനിയിപ്പോ അടുത്ത ബസ്സപ്പാണോ വരിക? വേണേ പോവല്ല അപ്പോട്ടും വരുന്നുണ്ട് അപ്പോട്ടും വന്നിട്ട് പോവാ. ഇനിയായ കുപ്പേട്ടനെയും കൂടി ഉണ്ട് കാത്തിക്കാൻ. ഇതാ അപ്പോട്ടും വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മു. താങ്ക് യു. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതല്ല. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ കാണാൻ വരില്ല കേട്ടാ. 350 ആക്കിന്റെ കോൺക്രീറ്റാ, വലിയ പണിയാ, എന്തായാലും ലേറ്റ് ആവും. എന്നാ പിന്നെ നാളെ കാണാം. അവൻ്റെ ഒരു 350 ചാക്കിൻ്റെ കോൺക്രീറ്റ് പണി എങ്ങനെ തോന്നിയാണ് അവനെല്ലാം പ്രേമിക്കാൻ. എപ്പം നോക്കിയാലും ഒരു കാവി മുണ്ട്. എനിക്കെന്താ ഞാനങ്ങ് സഹിച്ചു. എന്തായാലും വക്കീലിനെ പോലെ കാണുന്നല്ല അതിൻ്റെ അപ്പോൾ നീ പോണേ. ഇതാ വരുന്നു ഇഞ്ച കുഞ്ചാക്കോപെ. നീ എന്തിനാ വന്നേ? ആയിഷു ഇനി ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. ജിഷ്ണു നീനോട് ഞാൻ പറഞ്ഞതാ നമ്മൾ തമ്മിലൊന്നുമില്ല. എനിക്ക് ഇനി പറയുന്നത് കേൾക്കാൻ വേണ്ട. ഇനി എന്നാ പറയുന്ന ആയിഷോ? പെട്ടെന്ന് എല്ലാം നിർത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിട്ടാ? അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്നേഹിച്ചേ? എനക്കത് പറ്റൂല. നീ എന്താടാ ചിലക്കുന്നേ? നീ പോടരായിരുന്നു. ആയിഷോ ഒന്നും എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത്. ഈ ജിഷ്ണു വരെ എനിക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്കെന്താ പ്രശ്നോ? ഞങ്ങൾ ബ്രേക്കപ്പായി. ഇവളെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? എന്തെന്നാണ് കൊറേ നേരമല്ലോ വിളിക്കുന്നേ? എല്ലാ ഇഷ്യൂ ഇനി എന്തെന്നാ കാണിച്ചു വെച്ചേ? എന്തെന്നാ? അപ്പൊ ഇനി ഇതുവരെ വീഡിയോ കണ്ടിക്കില്ലേ? എന്ത് വീഡിയോ? ഞാൻ അയച്ചിക്ക് ഇനി ഒന്ന് വാട്സപ്പ് വേഗം നോക്ക്. ഇതെന്താ സ്കൂളിൽ പോകാൻ സമയത്തില്ല? കൊറേ നേരം ഇനി തരിച്ചുത്തിരിക്കുന്നത്. അല്ല 5 വർഷം മേശം വരെ. ഐഷു ഞാൻ എന്നെ കൂടെ ഉള്ള ആരേനു? ആരാന്ന് പറ മോളെ. എന്നെ ചതിച്ചതാണോ? എൻ്റെ അമ്മ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. നാട്ടുകാർ മൊത്തം അറിയും. എൻ്റെ ഇളയതും പെണ്ണാ. എൻ്റെ തോന്നിയാസം കാരണോ ഓളെ ജീവിതം ഇനി നഷ്ടിക്കറ്. നീ പറ, ഈ സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാബുവിൻ്റെ മോൾ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അന്തസ്സുണ്ട്. എന്നോട് ഇറങ്ങിപ്പോവാൻ പറയാ അച്ഛന് ബുദ്ധിമുട്ടുണ്ട്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നോട് ഞാൻ അന്നേരെ പറഞ്ഞല്ലോ ഫ്രോഡാന്ന്. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റൂല. സോഷ്യൽ മീഡിയ ഒട്ടാകെ വൈറലാ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാ? എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിക്കാ, ഓൻ്റെ ഫേസ് ആ വീഡിയോയിൽ ഏടിയും ഇല്ല. മനഃപൂർവ്വം ചെയ്തതാ. പോലീസിനെ അറിയിച്ചാലോ? പോലീസിനെ അറിയിക്കണ്ട. പോലീസിനെ അറിയിച്ച് എനിക്ക് തന്നെ അടങ്ങാറ്. അത് വലിയ ന്യൂസാവും. ഞാൻ അപ്പോഴിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോട്ടിപ്പം വരും. ആടോ നമ്മളെ ബാബുവിൻ്റെ മോളാ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്താ ചെയ്യണ്ടേ? ഞാൻ
ബാബു ബാബു ഒന്നാട് നിന്നന ഞാൻ വിളിക്കേ അല്ല ബാബു ഇനി പെണ്ണിനെ അയച്ചിട്ടതാ രാജാ അയച്ചിട്ടൊന്നും ആയൊന്നുമല്ലല്ലോ. രാവിലെ എല്ലാം നോള് സ്കൂളിൽ പോകുന്നുണ്ട്, കൃത്യസമയത്ത് വീട്ടിലെത്തുന്നുമുണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞ പോലെ വീഡിയോ ഇറങ്ങിയ ഞാനും അറിഞ്ഞു. ഒരച്ഛനായ ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനൊരു കാര്യം അറിയാം, നാട്ടിലിറങ്ങിയ ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും ഇത് ചോദിക്കുവാനാ നേരമുള്ളൂ. മണക്കേട് കൊണ്ട് എനിക്ക് നാട്ടിലിറങ്ങി നടക്കുവാനാന്നില്ല. ഞാൻ പണിക്ക് വേണ്ട എൻ്റെ അടുത്തോട്ട് അരി ബഹുവേയില്ല. എന്നാ ഞാൻ പോട്ടെ രാജാ, സമയമായി. ഇപ്പോഴത്തെ പിള്ളേർ എന്താ ചെയ്യണ്ടേ? ആന്റി ഇത് കണ്ടിക്കാ? എന്തെന്നാ മോളെ? നോക്ക് ഫോണ് നോക്കി നോക്ക്. എന്തെന്നാ മോളെ ഫോണില്? എന്റെ കൃഷ്ണ, ഇറങ്ങടാ ഇറങ്ങി. എനിക്ക് എന്നോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയേ? അയച്ചു എനിക്ക് തോന്നണ്ട ഞാൻ അങ്ങനെ ചെയ്യുന്നേ. അപ്പോട്ടാ ഞാനല്ല ഐശോ, ഞാനല്ല ചെയ്തേ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചരാം. ഇനി എന്നാടാ വിചാരിച്ചേ? റിസോർട്ടിൽ പോയില്ലടാ. നീ റൂം എടുത്തിക്കില്ലടാ? എന്നോടാ ചോദിച്ച റൂം എടുത്തിക്കില്ലേ? എടുത്തിക്കില്ലേ? പെണ്ണിനെ കൊണ്ടുപോയി പിഴപ്പിച്ചാൻ പോരാ, എന്നിട്ട് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നില്ല. എടാ നാളെ എനിക്കില്ലടാ ഒരു പെങ്ങള് ഇഞ്ച ഫോൺ നിലടാ വീഡിയോ എടുത്തേ. ഇതിനകത്ത് വീഡിയോ എടുത്തേ. അയച്ചു ഇതല്ലേ ഫോണ്? അല്ല അല്ലേ ഡാ വീഡിയോ എടുത്ത ഫോണോടാ. അത് ഞാൻ വിറ്റ്. ആർക്കാണ് ഞാൻ വിറ്റേ? ജാസിമിന്. ഏത് ജാസിമിന്? നമ്മളെ ആയഞ്ചേരി മൊബൈൽ പീടിയുള്ള ഇഞ്ച വീഡിയോ എടുത്ത മൊബൈൽ ഓൻ വിറ്റ് പോലും. ക്യാമറ ഓണാക്കിയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുമോ അത് മനസ്സിലാക്കിയുള്ള ലേശം വിവരം എനിക്ക് മാണേന്. അനുഭവിച്ചോ? ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യാ? ഇന്ന ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവനാണെങ്കിൽ എന്റെ നഗ്നത പകർത്തില്ല നമ്മളെ. ആ റിസോർട്ട് പോയിട്ട് റൂം എടുക്കുന്നല്ലേ ആത്മാർത്ഥ പ്രണയം. അത് മാത്ര ആ വീഡിയോയിൽ ഏടെങ്കിലും ഇവന്റെ ഫേസ് നീ കണ്ടിക്കാ? നീ മൊത്തത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നല്ലേ? നാട്ടുകാരെ മൊത്തം കണ്ടിക്ക്. ഇപ്പൊ ഇനി സെലിബ്രിറ്റി അല്ലേ? ഒന്ന് നിർത്ത്. നിങ്ങളല്ലേ ഇതെന്തറിഞ്ഞിട്ടാ പറയുന്നേ? വീഡിയോ എടുത്ത ഞാൻ തന്നെയാ, പക്ഷെ ലീക്കാക്കിയ ഞാനല്ല. ഞാൻ ആ ഫോൺ വിട്ടിട്ട് 2 ദിവസമായി നിങ്ങളോട് പറഞ്ഞല്ലേ. ഇന്നലെ അല്ലേ വീഡിയോ ലീക്കായേ? അല്ല എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് ശരിയായിക്കില്ല. വീഡിയോ എടുത്തത് തെറ്റ് തന്നെയാ, പക്ഷെ വീഡിയോ ലീക്കാക്കിയ ഞാനല്ല. എനക്ക് ഉറപ്പാ ഈ വീഡിയോ ലീക്കാക്കിയ ആ ജാസിമായിരിക്കും. ജാസിം സജീഷ് ഭൂലോക ഫ്രോഡല്ലേ? നമുക്ക് പൊക്കാം. പൊക്കണം അപ്പോട്ടാ, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. എന്ത് നിരവധിയാണ് എനിക്ക് തെളിയിക്കണ്ട? പെണ്ണിനെ കൊണ്ട് പിഴപ്പിക്കാൻ ചെയ്തി. അപ്പോട്ടെ ഇനിയിപ്പോൾ നമ്മളെന്നാ ചെയ്യാ? എൻ്റെ ഫ്രണ്ടിൻ്റെ ബന്ധുണ്ട് സൈബർ സെല്ലിൽ. ഞാൻ രാവിലെ വരെ വിളിച്ച് പറഞ്ഞ് ഓർ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ വീഡിയോസിൽ ഒരു ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഗാലറിയിലും വാട്സപ്പിലൊക്കെ സേവ് ചെയ്ത വീഡിയോസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ജാസിമ് ഓനയാൾ പൊക്കൂ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവർക്കും ഇത് ചോദിക്കുവാനാ നേരമുള്ളൂ. എന്നാ ചെയ്യ? എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളോളെ വാർത്തയെ ടോളും നമ്മളെ ചതിച്ചില്ല. നമുക്ക് മരിച്ചോളൂ. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? അറിയാത്തവരൊന്നും അറിയാത്തവല്ല അങ്ങോട്ടോ കൊണ്ട. അർജുന്റെ മൊബൈലിൽ നിന്ന് വീഡിയോയിലേക്ക് തിരിഞ്ഞല്ലടാ. ഞാനൊന്നല്ല ഞാനടാ. എങ്ങോട്ടേ?
എന്തെന്നാണ് മനസ്സിലാക്കിയേ? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ട് എനിക്ക് തമാശ കളി. നാട്ടുകാരും വീട്ടുകാരും വെച്ചിട്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടിക്ക്. ഇനി പെൺകുട്ടീൻ്റെ ഭാവി എന്താടാ? പറടാ, നീ പറടാ. ഇവളെയും കൂട്ടിയിട്ട് റിസോർട്ടിൽ പോയിട്ട് റൂം എടുത്ത തോന്നിച്ചല്ലേ? അതും പറയാനിട്ട് ഇവൻ വീഡിയോ എടുത്തിക്ക്. നമ്മളെന്തിനാ വീഡിയോ എടുക്കുന്നത്? മറ്റുള്ളവരെ കാണിക്കാനല്ലേ? അപ്പൊ ഞാൻ മൊത്തം എല്ലാവരെയും കാണിച്ച്. അതിനെന്താ ഇപ്പൊ ഇത്ര പ്രശ്നം? എടാ നായേ, ഞാളെ വീഡിയോ പ്രചരിപ്പിക്കാൻ ഞാനാ. എടാ, ഇവൻ ആദ്യത്തെ അടിയടിക്കേണ്ടത് ഇനിയല്ല. മൊബൈൽ ഫോണിൽ നിങ്ങളുടെ നഗ്നത പകർത്തുന്നത് ഭർത്താവായാലും കാമുകനായാലും നിങ്ങൾ സേഫ് അല്ല. ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസും നാളെ മറ്റൊരാൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ടെക്നോളജി.